അപ്പോൾ ഈസ്റ്ററിന് എല്ലാവരും അപ്പവും സ്റ്റൂ ഒക്കെ കഴിച്ചില്ല. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ കഴിക്കാൻ. പക്ഷേ ഓൾ ഇന്ത്യ ട്രിപ്പ് എടുത്ത് തലയിൽ വെച്ച് ആ ഒരു ചുരുക്കിൻ്റെ പുറത്ത് ഈസ്റ്ററിന് ഞങ്ങൾ ബാംഗ്ലൂരാണ്. എന്താ പറയുക, ഭയങ്കര ഒരു ആകാംക്ഷയിൽ പോയ ടൂറാണ്. പക്ഷെ പകുതിക്ക് വെച്ച് ഫ്ലോപ്പായി. അപ്പോൾ അതെ ഈസ്റ്ററിന് നമുക്ക് ഈസ്റ്ററിന് കഴിക്കേണ്ട അപ്പവും സ്റ്റൂ ആണ് കേട്ടോ ചേച്ചി. അപ്പം ഞങ്ങൾ വന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം കൊടുത്തുവിട്ടാണ്. അതെ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡും എന്നാൽ അപ്പവും പിന്നെ സ്പെഷ്യൽ സ്റ്റൂ. നമ്മൾ എത്ര വെച്ചാലും അത് ശരിയാവില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പവും സ്റ്റൂവും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണെന്ന്. അങ്ങനെ ഈസ്റ്ററിന് കൊടുത്തു വിടാമെന്ന് പറഞ്ഞപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് നമ്മളങ്ങ് പോയില്ലേ. അങ്ങനെ വന്നതറിഞ്ഞിട്ട് കൊടുത്തു വിട്ടാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ ഒരു കഷ്ണം ബ്രെഡും ഒരു അപ്പവും എടുക്കാം. ഇനി കുറച്ച് സ്റ്റൂവും കൂടെ ഒഴിക്കാം അല്ലേ. ബ്രെഡും ഇറച്ചിക്കറി അല്ലെങ്കിലും പണ്ടേ നല്ല ടേസ്റ്റാണ്. അപ്പം ബ്രൗൺ ബ്രെഡല്ല വൈറ്റ് ബ്രെഡാണ്, പക്ഷെ നല്ല സോഫ്റ്റ് ബ്രെഡ് കേട്ടോ. സ്നേഹത്തോടെ വിളമ്പുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ്. അല്ലെങ്കിൽ ചേച്ചി വെക്കുന്ന ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈസ്റ്ററിൻ്റെ അന്ന് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഈസ്റ്റർ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അപ്പവും സ്റ്റൂ ഒക്കെ കഴിക്കുന്നത്. എപ്പോഴും നമ്മൾ വെച്ച് കഴിക്കുമ്പോഴത്തേക്കും കരുതും ആരെങ്കിലും വെച്ച് തന്നിരുന്ന എന്തൊരു ടേസ്റ്റായിരുന്നു. വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഉമ്മയൊക്കെ വെച്ച് തരുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക സ്വാദല്ലേ. നമ്മൾ തന്നെ എപ്പോഴും വെച്ച് എല്ലാവർക്കും കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനൊരു ഇത് വേണ്ടേ. അതുകൊണ്ടായിരിക്കും നല്ല പ്രത്യേക ഒരു സ്വാദ്.